എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തക്കാളി വഴുതനങ്ങയും ഒരു തക്കാളിക്കയും കൊണ്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി വഴുതനങ്ങയും ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 അല്ലി വെളുത്തുള്ളി, ഒരു സബോള, 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിനാണെങ്കിലേ ഇത്തിരി ദശ കൂടുതലുള്ള വഴുതനങ്ങയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 3-4 കഷ്ണങ്ങളായിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഇങ്ങനെ ഇതുപോലൊന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുക്കുവാണ്. അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിടുന്നത്. ഇതിനൊരു കറയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ വഴുതനങ്ങ കിട്ടുവാണെങ്കിൽ ഈ വഴുതനങ്ങ അല്ലാതെ നമ്മുടെ കയ്യിൽ നീളമുള്ള വഴുതനങ്ങയില്ല, അതോ അല്ലെങ്കിൽ ആ ഒരു വയലറ്റ് കളറോ അതൊക്കെ കിട്ടുവാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇനി അതവിടെ ഇരിക്കട്ടെ. വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്, കറയൊക്കെ ഒന്ന് ഇളകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സബോളയില്ലേ, ആ സബോള കൂടി ഒന്ന് പൊളിച്ചെടുത്തു. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മസാല കൂട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തേ. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ മസാലക്കൂട്ടില്ല, ഈ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് മസാലക്കൂട്ടെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി വഴുതനങ്ങയില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. വഴുതനങ്ങ ചിലപ്പോൾ വാടി കഴിയുമ്പോൾ കുറച്ചേ കാണുള്ളൂ. അപ്പം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോവും. പിന്നീട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ച് അടയ്ക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കി നോക്കിയിട്ടുണ്ട്. ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് വെന്ത് കണ്ടോ. പെട്ടെന്ന് ഈ വഴുതനങ്ങ അങ്ങ് വേവുവേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാടങ്ങ് വേവൊന്നുമില്ല. ഇനി നമുക്ക് ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നല്ലതായിട്ട് വെന്ത് ആ മസാലയൊക്കെ ആ വഴുതനങ്ങയിലൊക്കെ പിടിച്ച് ആ പുളിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇതിൽ തക്കാളി ഇല്ലെന്നുണ്ടെങ്കിൽ വാളംപുളി ഇല്ലേ, അത് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലും മതിയേ. നല്ല ഒരു കറിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, നമുക്ക് സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. ഞാൻ ഉപ്പ് കുറവുണ്ടായിരുന്നു, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഞാനിവിടെ കറിയൊക്കെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.